ഓരോ പുരാതന സ്മാരകത്തിനും ഒരുപാട് കഥകൾ പറയാനുണ്ടാവുമല്ലേ? ധീരതയുടെയും ത്യാഗത്തിന്റെയുമൊക്കെ അവിശ്വസനീയമായ കഥകൾ. ഇന്ന് നമ്മൾ അങ്ങനെയുള്ള ചില കൽസാക്ഷ്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. തമിഴ് വീരക്കല്ലുകളുടെ രഹസ്യങ്ങളിലേക്ക് നമുക്കൊരുമിച്ചൊരു യാത്ര പോകാം. ദാ ഈ കാണുന്ന കല്ലുണ്ടല്ലോ, ഇതിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. ഇതിൽ കൊത്തിവെച്ചിരിക്കുന്നത് വെറുമൊരു രൂപമല്ല, ഒരു കാലഘട്ടത്തിന്റെ മുഴുവൻ ചരിത്രമാണ്. സ്വന്തം നാടിനും നാട്ടുകാർക്കും വേണ്ടി ജീവൻ കൊടുത്ത ഒരു ധീരന്റെ ഓർമ്മയാണ് ഈ കല്ലിന് നമ്മളോട് പറയാനുള്ളത്. അപ്പോ സ്വാഭാവികമായും നമുക്ക് ചില സംശയങ്ങൾ വരും. ആരായിരുന്നു ഇവർ? എന്തിനു വേണ്ടിയായിരുന്നു അവരുടെ ഈ പോരാട്ടം? ഈ കല്ലുകൾക്ക് എങ്ങനെയാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്കിപ്പോഴും ആ കഥകൾ ഒട്ടും ചോർന്നു പോകാതെ നമ്മളോട് പറയാൻ കഴിയുന്നത്? ശരി, നമുക്കൊരുമിച്ച് ഈ രഹസ്യങ്ങളുടെ ചുരുളഴിക്കാം. അപ്പോ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് അറിയാൻ പോകുന്നതെന്ന് നോക്കാം. ഈ അവിശ്വസനീയമായ പുരാവസ്തുക്കളെക്കുറിച്ച് നമുക്ക് ഓരോന്നായി മനസ്സിലാക്കാം. ശരി, അപ്പോ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ, എന്താണ് ഈ വീരക്കല്ലുകൾ? ഇത് കേവലം കല്ലിൽ കൊത്തിയ ഒരു ശില്പമല്ല. അതിനുമപ്പുറം ആദരവിന്റെയും ഓർമ്മയുടെയും ഒരു വലിയ സാംസ്കാരിക പാരമ്പര്യത്തിന്റെ ഭാഗമാണ്. നടുകല്ല്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ വീരക്കല്ല്, ഇതൊരു പുരാതന തമിഴ് ആചാരമാണ്. സംഭവം സിമ്പിളാണ്. യുദ്ധത്തിലോ അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും വീരപ്രവൃത്തിക്കിടയിലോ മരിക്കുന്നവരുടെ ഓർമ്മയ്ക്കായി കല്ലുകൾ സ്ഥാപിക്കുക, എന്നിട്ടതിനെ ആരാധിക്കുക. ശിലായുഗം മുതൽക്കേ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇതുപോലുള്ള ആചാരങ്ങളുണ്ടായിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. വീരക്കല്ലുകളെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് യുദ്ധത്തിൽ മരിച്ച പടയാളികളാണല്ലേ? പക്ഷേ സംഭവം അത്ര സിമ്പിളല്ല. ആർക്കൊക്കെ വേണ്ടിയായിരുന്നു ഈ സ്മാരകങ്ങൾ പണിതതെന്ന് കേട്ടാൽ നിങ്ങൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോകും. തീർച്ചയായും യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച പോരാളികൾക്ക് വേണ്ടി വീരക്കല്ലുകൾ സ്ഥാപിച്ചിരുന്നു. അതുപോലെ തന്നെ സമൂഹത്തിനു വേണ്ടി ജീവൻ കൊടുത്തവർക്കും, എന്തിന് പ്രസവ സമയത്ത് മരണപ്പെടുന്ന സ്ത്രീകൾക്ക് വരെ ഈ ബഹുമതി നൽകിയിരുന്നു. പക്ഷേ ഇതിലൊക്കെ നമ്മളെ അതിശയിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. പണ്ട് യുദ്ധത്തിന് കൊണ്ടുപോയിരുന്ന കോഴികൾക്ക് വേണ്ടി പോലും വീരക്കല്ലുകൾ സ്ഥാപിച്ചിരുന്നു, അതും പ്രശസ്തരായ പാണ്ഡ്യന്മാരുടെ കാലഘട്ടത്തിൽ. ഇതൊരു വെറും തമാശയല്ല. ധീരത അതേതു രൂപത്തിൽ വന്നാലും അവർ അതിനെ ബഹുമാനിച്ചിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കാണുന്നത്. ഒരു മൃഗത്തിന്റെ ധൈര്യത്തെ പോലും അവർ അംഗീകരിച്ചു, ഒരു സ്മാരകത്തിലൂടെ അതിനെ അനശ്വരമാക്കി. അപ്പോ ഇങ്ങനെയൊരു വീരക്കല്ല് സ്ഥാപിക്കുന്നത് ചുമ്മാ ഒരു കല്ലെടുത്ത് നാട്ടുന്ന പോലത്തെ ഒരു ഏർപ്പാടായിരുന്നില്ല. അതിന് അതിൻ്റേതായ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വളരെ പവിത്രമായി കണക്കാക്കിയിരുന്ന 7 ഘട്ടങ്ങളുള്ള ഒരു പ്രക്രിയയായിരുന്നു അത്. ഒരു വീരക്കല്ല് ഉണ്ടാക്കുന്നതിന് പിന്നിലെ 7 പവിത്രമായ ഘട്ടങ്ങൾ ഇവയാണ്. നോക്കൂ, നല്ലൊരു കല്ല് തിരഞ്ഞെടുക്കുന്നത് തൊട്ട് അത് കൊണ്ടുവന്ന് വെള്ളത്തിൽ കഴുകി ശുദ്ധീകരിച്ച് അതിൽ ആ വീരന്റെ രൂപവും പേരുമൊക്കെ കൊത്തി അവസാനം ഒരു ദൈവത്തെപ്പോലെ ആരാധിക്കുന്നതുവരെ നീളുന്ന ഒരു വലിയ അനുഷ്ഠാനം തന്നെയായിരുന്നു അത്. ഓരോ ഘട്ടത്തിലും അവരുടെ ആദരവ് എത്രത്തോളം വലുതാണെന്ന് നമുക്ക് കാണാം. ശരി, അപ്പോൾ കല്ല് സ്ഥാപിച്ചു. ഇനി ഈ കല്ലുകൾ എങ്ങനെയാണ് ഒരു വീരന്റെ കഥ നമ്മളോട് പറയുന്നത്? അതായത്, എന്താണ് ആ കല്ലുകളിൽ കൊത്തിയിരിക്കുന്നത്? നമുക്ക് നോക്കാം. ഈ കല്ലുകൾ കൊത്തുന്ന ശില്പികൾക്ക് അവരുടേതായ ഒരു പ്രത്യേക ഭാഷ തന്നെ ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന്, വില്ലോ വാളോ പിടിച്ചു നിൽക്കുന്ന യോദ്ധാവിന്റെ രൂപം, അല്ലെങ്കിൽ ശരീരത്തിൽ നിറയെ അമ്പുകൾ തറച്ചൊരു രൂപം, അതുമല്ലെങ്കിൽ കടുവയെപ്പോലുള്ള വന്യമൃഗങ്ങളെ ഒറ്റയ്ക്ക് നേരിടുന്ന ഒരാൾ. ഇതൊക്കെ കാണുമ്പോൾ തന്നെ ആ വ്യക്തിയുടെ ധീരത നമുക്ക് മനസ്സിലാവും. അവരുടെ വസ്ത്രധാരണം, മുടിയുടെ രീതി എല്ലാം വളരെ വിശദമായി തന്നെ അവർ കുത്തിവെച്ചിരുന്നു. ദാ ഇവിടെ നോക്കൂ, അവരുടെ ധീരതയെക്കുറിച്ച് നമ്മൾ വെറുതെ സങ്കൽപ്പിച്ചാൽ മാത്രം പോരല്ലോ. അത് കാലത്തെ അതിജീവിച്ച് കല്ലിൽ കൊത്തിവച്ചിരിക്കുന്നത് നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്നു. അതാണ് ഇതിന്റെ ഒരു ഭംഗി. വെറും ചിത്രങ്ങൾ മാത്രമല്ല, ചില കല്ലുകളിൽ ഇങ്ങനെ എഴുത്തുകളും കാണാം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇത് ആ കല്ലിനെ വെറുമൊരു ചിഹ്നത്തിൽ നിന്ന് ഒരു യഥാർത്ഥ വ്യക്തിയുടെ സ്മാരകമാക്കി മാറ്റുന്നു. ആരുടെ ഓർമ്മയ്ക്കാണ്, എവിടെ വെച്ചാണ്, എന്ത് കാരണത്താലാണ് മരിച്ചത് എന്നൊക്കെ ഇതിൽ കൃത്യമായി പറയുന്നു. പേടുത്തിയൻ അന്തവൻ എന്ന ആ വ്യക്തിയുടെ കഥ ഈ ഒരൊറ്റ വരിയിലൂടെ നമുക്ക് മുന്നിൽ തെളിയുകയാണ്. അപ്പോ ഈ സ്മാരകങ്ങള് അവിടെ സ്ഥാപിച്ച ശേഷം പിന്നെന്ത് സംഭവിച്ചു? അവിടെയാണ് കഥയുടെ അടുത്തൊരു തലം വരുന്നത്. ഈ കല്ലുകൾ വെറും ഓർമ്മസ്തംഭങ്ങളല്ലാതെ പതിയെ പതിയെ ഒരു സമൂഹത്തിന്റെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി, ഒരു ആരാധനാമൂർത്തിയായി മാറുകയായിരുന്നു. കല്ലിൽ നിന്ന് ദൈവത്തിലേക്ക്. ഇവ വെറും ഓർമ്മക്കല്ലുകളായിരുന്നില്ല, അതൊരു സജീവമായ ആരാധനാ കേന്ദ്രം തന്നെയായിരുന്നു. ഒന്നാലോചിച്ചു നോക്കൂ, എല്ലാ ദിവസവും അവിടെ പൂക്കളും പുകയും അർപ്പിക്കുന്നു. ഉടുക്കൈ എന്നൊരു പ്രത്യേകതരം വാദ്യം കൊട്ടുന്നു. നെയ്വിളക്കുകൾ കത്തിക്കുന്നു. എന്തിന്? തൊപ്പി എന്നു പറയുന്നൊരു തരം മദ്യം പോലും പൂജയ്ക്കുപയോഗിച്ചിരുന്നു എന്നു പറയുമ്പോൾ ആലോചിച്ചു നോക്കൂ. മാലകളും മയിൽപീലിയുമൊക്കെ ചാർത്തി ആ കല്ലുകൾ അവരുടെ കാവൽ ദൈവങ്ങളായി മാറി.
അങ്ങനെ പതിയെ പതിയെ ആ കല്ലിനെ ഒരു പ്രാദേശിക ദൈവമായി തന്നെ അവർ കണ്ടു തുടങ്ങി. വള്ളാൻ പടുകൈ ദൈവം എന്നൊക്കെ അവരതിനെ വിളിച്ചു. ചുരുക്കി പറഞ്ഞാൽ ജീവൻ വെടിഞ്ഞ ആ വീരൻ അവരുടെ നാടിന്റെ കാവൽ ദൈവമായി മാറി. അവിശ്വസനീയമായൊരു പരിണാമം തന്നെയാണത്. അപ്പോ ആയിരക്കണക്കിന് വർഷങ്ങൾ നിലനിൽക്കുന്ന കൽസ്മാരകങ്ങൾ പണിത ഒരു കാലത്ത് നിന്ന് നമ്മൾ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? എല്ലാം ഡിജിറ്റലായ ഈ കാലത്ത് നമ്മുടെ ഓർമ്മകൾ പോലും ക്ഷണികമാകുമ്പോൾ നമ്മുടെ വീരന്മാരെ നമ്മളിന്ന് എങ്ങനെയാണ് ഓർക്കുന്നത്? എങ്ങനെയാണ് ഓർക്കേണ്ടത്? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണല്ലേ? ഇതിനെക്കുറിച്ച് നിങ്ങൾ തീർച്ചയായും ചിന്തിക്കണം.